Dear students, ഈ വീഡിയോ മുതൽ നമ്മളൊരു പുതിയ സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങുകയാണ് എംബഡഡ് സിസ്റ്റം. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ്. അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ടു ഡിസ്ക്രൈബ് എബൌട്ട് AVR ഫാമിലി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ AVR ഫാമിലിയുടെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. AVRൻ്റെ ബേസിക് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തത് നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ 2 സ്റ്റുഡൻസ് ചേർന്നിട്ടാണ്, ആൽഫ് ഈജിൽ ബോഗൻ ആൻഡ് വെഗാർഡ് വോളൻ. അതിനുശേഷം 1996 ഈ ഡിസൈൻ അറ്റ്മെൽ കമ്പനി വാങ്ങി ഡെവലപ്പ് ചെയ്തതാണ്. ഈ മൈക്രോ കൺട്രോളറിന് AVR എന്നുള്ള പേര് വന്നതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്പനി പറയുന്നത് ഇതൊരു പ്രോഡക്റ്റിന് അവരൊരു നെയിം ചെയ്തതാണ് AVR എന്ന്. ബട്ട് ഈ ഒരു 2 റീസൺ പറയപ്പെടുന്നുണ്ട്. ഇത് ഡിസൈൻ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് നെയിം വെച്ചിട്ടാണ് ഈ നെയിം കൊടുത്തത്. ദാറ്റ് ഈസ് ആൽഫ് ആൻഡ് വെഗാർഡ് റിസ്ക്. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ്. റിസ്ക് ആർക്കിടെക്ചറുള്ള കൺട്രോളറാണ്. അതുകൊണ്ടാണ് ഇതിന് ആൽഫ് ആൻഡ് വെഗാർഡ് റിസ്ക് എന്നുള്ള രീതിയിലാണ് AVR എന്ന് വന്നതെന്നും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് വെർച്വൽ റിസ്ക് ആ രീതിയിലാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ മൈക്രോ കൺട്രോളേഴ്സിൻ്റെ പേരെന്ന് പറയുന്നത് AVR എന്നാണ്. AVR മൈക്രോ കൺട്രോളേഴ്സ് എല്ലാം തന്നെ 8-bit ആണ് എക്സെപ്റ്റ് AVR 32. AVR 32 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ഒരു 32-bit മൈക്രോ കൺട്രോളർ ആണ്. ഒരു മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ എങ്ങനെയാണ് 8-bit എന്ന് പറയാൻ കാരണം എന്താണ്? അതിൻ്റെ CPUവിന് അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ, പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റയുടെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 8-bit. അപ്പോൾ ഒരു CPUവിന്, ഒരു പ്രോസസ്സറിൻ്റെ CPUവിന് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ 8-bit ആണെങ്കിൽ നമ്മൾ അതിനെ 8-bit മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയും. അപ്പോൾ AVRs എല്ലാം തന്നെ 8-bit ആണ് എക്സെപ്റ്റ് AVR 32. AVR 32 എന്ന് പറയുന്നത് മാത്രം ഒരു 32-bit മൈക്രോ കൺട്രോളർ ആണ്. AVR മൈക്രോ കൺട്രോളേഴ്സിനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഗാ, ടൈനി, സ്പെഷ്യൽ പർപ്പസ് ആൻഡ് ക്ലാസിക്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പോകുന്നത് മെഗാ സീരീസ് ആണ്. മെഗയിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അറ്റ്മെഗ 32 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ആണ്. കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ മെഗാ ഫാമിലിയാണ്. അതുപോലെ തന്നെ ഈ അറ്റ്മെഗ 32 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മൈക്രോ കൺട്രോളർ ആണ്. അതുപോലെ തന്നെ വൈഡ്ലി അവൈലബിൾ ആണ്. DIP പാക്കേജസിൽ അവൈലബിൾ ആണ്. DIP എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്യുവൽ ഇൻലൈൻ പാക്കേജ്. ദാറ്റ് ഈസ് ICയുടെ 2 സൈഡിലായിട്ട് പിൻസ് വരുന്ന ആ ഒരു പാക്കേജ്. നമ്മൾ ഡിജിറ്റൽ ലാബിലൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ട ICs ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണ്. ആ ഒരു പാക്കേജിലാണ് AVRൻ്റെ അറ്റ്മെഗ 32 എന്ന് പറയുന്ന IC അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇത് നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിനെല്ലാം ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളർ ആണ് AVRൻ്റെ അറ്റ്മെഗ 32. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അറ്റ്മെഗ 32 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിലേക്കാണ്. പിന്നെ AVR മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് 100% കോമ്പാറ്റിബിൾ അല്ല എന്ന് പറയാൻ കാരണം ഇപ്പം നമ്മൾ ഈ ഒരു ഫാമിലിയിൽ നിന്നും അടുത്ത ഫാമിലി മൈക്രോ കൺട്രോളറിലേക്ക് പോകുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AT-Tiny25 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അറ്റ്മെഗ 64 യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ റീകമ്പൈൽ ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ രജിസ്റ്റർ ലൊക്കേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് അറ്റ്മെഗ 64 ലോഡ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഈ AVR മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഫാമിലിയിൽ നിന്ന് അടുത്ത ഫാമിലിയിലേക്ക് പോകുമ്പോൾ, ദാറ്റ് ഈസ് ഇതെല്ലാം AVR മൈക്രോ കൺട്രോളേഴ്സ് ആണെങ്കിൽ പോലും ഈ വേരിയൻസിനിടയിലേക്ക് നമ്മളിപ്പോൾ ഒരു വേരിയൻറ്റിൽ നിന്നും അടുത്തൊരു വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് സോഫ്റ്റ്വെയർ ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സോട് ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് AVR ഫാമിലിയുടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഈ ഓരോ ഫാമിലിയുടെയും ഫീച്ചേഴ്സിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് AVR മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. താങ്ക് യു.